കേട്ടോ. നല്ല അടിപൊളി ചോറ് മീനും വേണം അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇത് വന്നിട്ട് നമ്മുടെ നാരായണ നായരുടെ കട പറഞ്ഞ പാലക്കാട് ഫേമസ് ആണ്. അപ്പൊ ഇത് 10-60 വർഷത്തോളം പാരമ്പര്യം ഉണ്ട് കേട്ടോ. ഇപ്പൊ നടത്തുന്നത് വിജയേട്ടനാണ്. ഇതാണ് നമ്മുടെ വിജയേട്ടൻ. വിജയേട്ടൻ ഒരു ആനപ്രേമിയും കൂടിയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ആനന്റെ ഫോട്ടോകൾ കണ്ടോ. എല്ലാ ഫോട്ടോസും ഇവിടെ വന്ന് നമുക്ക് ആനനെ കുറിച്ചും പഠിക്കാം. അത് മാത്രമല്ല കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ എപ്പോഴും ജഗ പോക തിരക്കായിരിക്കും. അങ്ങനെ ഞങ്ങൾ ഒരു 10 മിനിറ്റ് ഒക്കെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അപ്പോഴേക്ക് സീറ്റ് ഒന്ന് കാലിയാകുമ്പോ തന്നെ ഏട്ട ഇല കൊണ്ടിട്ടു. ഇലന്റെ കൂടെ തന്നെ കറികൾ വരാൻ തുടങ്ങി. സെറ്റുകളായിക്കോട്ടെ ഇഷ്ടമായിക്കോട്ടെ അങ്ങനെ ഓരോ സാധനം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാൻ തുടങ്ങി. ഈ പപ്പടമാണ് ഇവിടുത്തെ ഹൈലൈറ്റ് സാധനം. നല്ല അടിപൊളി പൊന്നിയരിന്റെ കൂടെ തന്നെ നല്ല സാമ്പാർ. അത് കഴിയുമ്പോഴേക്ക് മീൻ വന്നു. മീൻ കട്ട്ലി ഉണ്ട് പറഞ്ഞു, സിലേപ്പി ഉണ്ട് പറഞ്ഞു. ശരി ആയിക്കോട്ടെ ഓരോന്ന് എടുക്കുന്നു പറഞ്ഞു. അങ്ങനെ ഓരോന്നെടുത്ത് വെച്ചിട്ട് ആ പപ്പടം ഒന്നും കൂടി കാണുമ്പോ തന്നെ എന്താ സെറ്റപ്പ് അടിപൊളി തന്നെ. അത് കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മീൻകറി ഉണ്ടോ ചോദിച്ചു. മീൻകറിയിൽ അത്യാവശ്യം നല്ല മീനോടെ മീൻകറിയും തോന്നി. എന്തായാലും എങ്ങനെയുണ്ട് നോക്കണല്ലേ നമുക്ക്. അങ്ങനെ മീൻകറി നന്നായിട്ട് മിക്സ് ചെയ്തു. അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ല. പാലക്കാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം വിജയേട്ട ചോറും മീനും എങ്ങനെയുണ്ടെന്ന്. എന്തായാലും നല്ലൊരു പിടിക്കണതാണ്. അങ്ങനെ പ്ലേറ്റ് കൊണ്ട് കാലേക്ക് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പിടിച്ച് വലിച്ചു. അങ്ങനെ നമ്മുടെ സുഹൃത്തിന്റെ നല്ല സാമ്പാർ കൂട്ടിയിട്ട് അതും കഴിച്ചു. സാമ്പാറും അവരും സെറ്റ് തന്നെയാണ്. അടിപൊളി സാമ്പാർ കൂട്ടി ആ പൊന്നിയേരി കൂടെ കഴിക്കുമ്പോണ്ടല്ലോ ചോറ് കൊണ്ടാന്ന് പറയും. പിന്നെയും കുറച്ചും കൂടി സാമ്പാറൊക്കെ വാങ്ങിച്ചാണ് മിക്സ് ചെയ്തുകൊണ്ട് അടിച്ചു. അതുപോലെ തന്നെ മീന് നല്ല അടിപൊളി പഞ്ഞു പോലെ നല്ല സോഫ്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി മസാല. അങ്ങനെ ചോറും മനസ്സും നിറഞ്ഞു വയറ് നിറഞ്ഞു. എന്തായാലും അടിപൊളി ഒരു മീനും ചോറും. അപ്പൊ ഈ സ്ഥലം എവിടെ നിങ്ങൾക്ക് അറിയണ്ടേ? ഇത് നമ്മുടെ ചാത്തപുരം ജംഗ്ഷൻ ശ്രീ നാരായണ ലഞ്ച് ഹോം. എല്ലാവർക്കും അറിയും. വന്ന് കഴിച്ചോളെ. സൂപ്പർ തന്നെ പറയാം.